കഴിഞ്ഞ 4 രാത്രിയും പകലുകളും ലോകം വലിയ ആശങ്കയിലായിരുന്നു. 2 ആണവശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ. കാർമേഘമൊഴിഞ്ഞ ആശ്വാസത്തിലാണ് ഇപ്പോൾ ലോകം. 2 അയൽരാജ്യങ്ങൾ ഏറ്റുമുട്ടുന്നു എന്നതിനപ്പുറം വലിയ ആണവായുധ ശേഖരമുള്ള 2 രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയാൽ ലോകത്തിനുണ്ടാകുന്ന വിപത്ത് അത് ചെറുതല്ല. ഇന്ത്യ ഭീകരതയ്ക്കെതിരെയാണ് പോരാടിയതെങ്കിലും പാകിസ്ഥാൻ അത് അഭിമാന പ്രശ്നമായി കണ്ടിരുന്നു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷമാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ തിരിച്ചടി തുടങ്ങിയത്. പിന്നാലെ ഇന്ത്യ പാക് സംഘർഷം വഷളാകുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. ഇന്ത്യ തിരിച്ചടിയിൽ തങ്ങളുടെ സർവ്വശക്തിയും പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ വിറച്ചു. പിന്നാലെ രാജ്യത്തിനെതിരെയുണ്ടാകുന്ന ഏതൊരു നടപടിയും യുദ്ധസമാന അന്തരീക്ഷമായി കണക്കാക്കുമെന്നാകുമ്പോൾ അത് ലോകത്തിനുണ്ടാക്കിയ ആശങ്ക ചെറുതായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കാർമേഘങ്ങൾ ഒഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുമ്പോൾ അത് ലോകരാജ്യങ്ങൾക്കുണ്ടാകുന്ന ആശ്വാസം ചെറുതല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പാക് പ്രധാനമന്ത്രിക്കും നന്ദി പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി. കഴിഞ്ഞ 48 മണിക്കൂറോളം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും താനും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മുതിർന്ന നേതാക്കളുമായി നിരന്തരമായി മധ്യസ്ഥ ചർച്ചകൾ നടത്തുകയായിരുന്നുവെന്ന് മാർക്കോ റൂബിയോ പറഞ്ഞു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെ ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടത് വലിയ ആശ്വാസമാണെന്നാണ് ലോക നേതാക്കളും പ്രതികരിക്കുന്നത്. അതേസമയം അമേരിക്ക ഇടപെട്ടതിനെ തുടർന്നല്ല ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ തീരുമാനിച്ചതെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഒരു മൂന്നാം കക്ഷിയും വെടിനിർത്തലിനായി ഇടപെട്ടിട്ടില്ല. വെടിനിർത്തൽ ആവശ്യപ്പെട്ട് പാകിസ്ഥാന്റെ DGMOയാണ് ബന്ധപ്പെട്ടത്. സൈന്യങ്ങൾക്കിടെയുണ്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. വെടിനിർത്താനുള്ള തീരുമാനം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയായിരുന്നു വാർത്താസമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയത്. വെടിനിർത്തൽ കരാർ പ്രാവർത്തികമായെന്നും കര, വ്യോമ, കടൽ മാർഗങ്ങളിൽ വെടിനിർത്തലിനാണ് ധാരണയെന്നും വിക്രം മിശ്രി പറഞ്ഞിരുന്നു. അതേസമയം ഇനി ഏതു തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും രാജ്യത്തെ സംരക്ഷിക്കാൻ സേന പൂർണ്ണ സജ്ജമാണെന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താസമ്മേളനത്തിൽ സൈന്യം വ്യക്തമാക്കി. ഇനി ഇന്ത്യക്ക് നേരെയുണ്ടാകുന്ന ഏതൊരു ആക്രമണവും യുദ്ധമായി കണക്കാക്കുമെന്ന് ഇന്ത്യ നേരത്തെ നിലപാടെടുത്തിരുന്നു. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നടപടിയുണ്ടായാൽ ശക്തമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും രാജ്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് വെടിനിർത്തൽ കരാറിൽ ധാരണയായത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.